എന്താ? ഞാൻ കുറെ നേരമായി പുഷ്പനെയും കാത്തിവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. നിങ്ങൾ ആരാ? എന്റെ പേരെങ്ങനെ നിങ്ങൾക്കറിയാം? എനിക്കെല്ലാം അറിയാം. എനിക്ക് പുഷ്പന്റെ ഒരു ഹെൽപ്പ് വേണമായിരുന്നു. ഹെൽപ്പോ? എന്ത് ഹെൽപ്പ്? നമുക്ക് അകത്തിരുന്ന് സംസാരിച്ചാലോ? വാസുദേവൻ എന്താ വന്നത്? എന്നിട്ട് എന്താ പെട്ടെന്ന് തിരിച്ചു പോയത്? ഇനി പ്രോബ്ലം? അതൊന്നല്ല, സിഎമ്മിന്റെ പ്രോഗ്രാമിലെ ചെറിയൊരു ചേഞ്ച്. അത് പറയാൻ വേണ്ടി ആ പുള്ളി വന്നത്. എന്ത് ചേഞ്ച്? അദ്ദേഹത്തെ കുറിച്ചുള്ള ഡോക്യുമെന്റ് കണ്ടിട്ട് സിഎം പരേഡ് ഗ്രൗണ്ടിൽ വരും. അത് പറയാനാണ് വാസുദേവൻ വന്നത്. അധികം നേരം ഒന്നും എടുക്കല്ല, മാക്സിമം ഹാഫ് ആൻ അവർ, അത്രയേ ഉള്ളൂ ഡിലേ. ശരിയല്ല സർ, നമ്മളോട് ചോദിക്കാതെ സിഎമ്മിന്റെ പ്രോഗ്രാമിൽ ചേഞ്ച് ചെയ്ത് ശരിയായില്ല. മിസ്റ്റർ പെരുമാൾ, എന്റെ ഭാഗത്തുണ്ടായ ഒരു വീഴ്ചയാണിത്. 2 ദിവസം മുമ്പ് സിഎമ്മിന്റെ ഓഫീസിൽ നിന്ന് ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. ഇന്ന് അദ്ദേഹത്തിന്റെ ഡോക്യുമെന്ററിയുടെ പ്രീമിയർ ഷോ കണ്ടിട്ടേ അദ്ദേഹം വരത്തുള്ളൂ. സോറി, ഞാൻ പറയാൻ വിട്ടുപോയി. സാറ് പറയാൻ വിട്ടുപോയതും ഒട്ടും ശരിയായില്ല. വിജി പോരാട്ട വീതിയിലെ അഗ്നിനക്ഷത്രം. 1926 ആലപ്പുഴ ജില്ലയിലെ തുറവൂരിൽ വില്ലിക്കുളത്ത് വീട്ടിൽ ഗോവിന്ദന്റെയും ദാക്ഷായണിയുടെയും 8 മക്കളിൽ 7ാമനായാണ് വിജി സദാശിവൻ ജനിക്കുന്നത്. ദാരിദ്ര്യം നിറഞ്ഞ കുടുംബാന്തരീക്ഷം മൂലം പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ച് ജോലിക്കിറങ്ങി. അക്കാലത്ത് നടന്ന പുന്നപ്ര വയലാർ സമരത്തിൽ ആകൃഷ്ടനായി അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നു. ആരെയും കൂസാത്ത നേതൃപാടവവും അസാമാന്യമായ സംഘടനാ മികവും അദ്ദേഹത്തെ വളരെ പെട്ടെന്ന് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന്റെ അമരത്തെത്തിച്ചു. സമരമുഖങ്ങളിലെ മുന്നണി പോരാളിയായിരുന്ന അദ്ദേഹം സഖാക്കൾക്കെന്നും പ്രിയപ്പെട്ട വിജിയായിരുന്നു. നെയ്ത്തുകാരുടെയും കയർ, കശുവണ്ടി, ചെത്ത്, തോട്ടം തൊഴിലാളികളുടെയും സമരങ്ങൾ ഇതിലെടുത്തു പറയേണ്ടതാണ്. 1961 പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി, തുടർന്ന് നടന്ന സംസ്ഥാന 1978 നടന്ന ചണ്ഡിഗഡ് സമ്മേളനം അദ്ദേഹത്തെ പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിലെത്തിച്ചു. പല പ്രതിസന്ധി ഘട്ടങ്ങളിലും പതറാതെ പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് സത്യസന്ധതയും ആത്മാർത്ഥതയും ഒന്നുകൊണ്ട് മാത്രമാണ്. ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന മുതിർന്ന പോളിറ്റ് ബ്യൂറോ അംഗമായ സഖാവ് വിജി 2004 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലയാലപ്പുഴ മണ്ഡലത്തിൽ നിന്നും 16,843 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജനവിധി നേടിയത്. പാർട്ടിയിൽ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുള്ളപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ അദ്ദേഹം പ്രഖ്യാപിച്ചു. പ്രതിസന്ധിയിൽ തളരാത്ത മനസ്സും ശരീരവുമാണ് ഈ 84-കാരനെ ഇന്നും ജനമനസ്സിൽ ഒന്നാമതെത്തിക്കുന്നത്.
1 minute, പെരുമാൾ. എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. എനിക്ക് സാറിനോടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട്. അതെന്താ? രണ്ടും ഒന്ന് തന്നെ ആയിരിക്കണം. എങ്കിലും സാറിന് ആദ്യം പറയും. ഇന്നലെ പെരേഡിന്റെ തൊട്ടു മുമ്പാണ് സിഎംയുടെ പ്രോഗ്രാം ചേഞ്ച്. ഡോക്യുമെന്ററിയുടെ പ്രീമിയർ നമ്മളെ പോലെ അറിയുന്നത്. പക്ഷെ അതിന് അത്രയോ മുൻപേ കില്ലർ ഈ പ്രോഗ്രാം അറിഞ്ഞിരിക്കുന്നു. തുടർന്ന് തിയേറ്ററിൽ എത്തുകയും എല്ലാ സജ്ജീകരണങ്ങൾ നടത്തുകയും ചെയ്തു. ആരാ ഇത്രയും രഹസ്യമായ ഈ ഇൻഫർമേഷൻ കില്ലർക്ക് പാസ് ചെയ്തത്? ടെൽ മീ. സാറ് പറഞ്ഞത് മുഴുവൻ ശരിയല്ല. നമുക്ക് മുൻപേ DGP ഇന്റലിജൻസ് ശ്രീനിവാസൻ സാറിന് ഇതറിയാമായിരുന്നു. അദ്ദേഹം പറയാൻ മറന്നാണെന്ന് പറഞ്ഞില്ലേ? പിന്നെ ആ കാരണത്തെ ഞാൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വാട്ട്? ഹീസ് ഇൻ മൈ കസ്റ്റഡി.
ഒന്നും മനസ്സിലാവുന്നില്ല പെരുമാൾ. I'm so upset. കാര്യങ്ങൾ കൂടുതൽ അറിയുമ്പോൾ സാർ ഇനി അപ്സെറ്റ് ആവും. ബി പ്രിപ്പയർഡ്. കില്ലർക്ക് CMന്റെ തിയേറ്റർ പ്രോഗ്രാം പാസ് ചെയ്തത് ഇയാളാണ്. ഇന്ന് രാവിലെ ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് തൊട്ടു മുമ്പ് ഒരു അത്ഭുതം പോലെ വീണ് കിട്ടിയതൊന്നുമല്ല സഖാവിനെതിരായിട്ടുള്ള തെളിവുകൾ. സംശയമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. ലോട്ടറി മാഫിയെ വഴിവിട്ട് സഹായിച്ചതിന്റെ പ്രത്യുപകാരമായിട്ട് കണ്ണൻ വാസുദേവന്റെ മക്കളുടെ NRI അക്കൗണ്ടിൽ നിക്ഷേപിച്ചത് കോടികളാ. അതിനും തെളിവൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഹി മിസ്യൂസ്ഡ് ഹിസ് പവർ ആൻഡ് CM's ഓഫീസ് ഫോർ ഹിസ് ഓൺ ബെനിഫിറ്റ്സ്. ഒരുപക്ഷെ കേരളത്തിന് വെളിയിലുള്ള ഏറ്റവും വലിയ ലാൻഡ് മാഫിയ ഇയാളുടെ ബിനാമികളുടെ പേരിലായിരിക്കും. ഇതൊക്കെ പെരുമാളിനെ എങ്ങനെ മനസ്സിലായി? ഒറ്റയടിക്ക് മനസ്സിലാക്കിയതല്ല സർ, പലപ്പോഴായിട്ട് മനസ്സിലായതാണ്. എന്റെ പുറകെ ഒരു ഫോളോവർ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ? അന്നേ നമ്മുടെ കോർ കമ്മിറ്റിയിലുള്ള എല്ലാവരുടെയും ഫോൺ കോൾസ് ഞാൻ ട്രേസ് ചെയ്തിരുന്നു. കൂട്ടത്തിൽ സഖാവ് വാസ്തവന്റെ. കണ്ണൻ സെൽവന്റെ ഫോൺ നമ്പറുകൾ പലതും ഇയാളുടെ കോൾ ലിസ്റ്റ് കണ്ടപ്പോൾ ഐ വാസ് റിയലി സർപ്രൈസ്ഡ്. അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ CMനോട് അങ്ങനെ പറഞ്ഞത്. ചില സംശയങ്ങളില്ലാതില്ല. ആ സംശയങ്ങളെല്ലാം സത്യമായി തീർന്നാൽ അത് അങ്ങേക്കത്ര കേൾക്കാൻ സുഖമുള്ള കാര്യമായിരിക്കില്ല. അത്രമാത്രമേ എനിക്കിപ്പോൾ പറയാൻ പറ്റൂ സർ. ആ സംശയങ്ങൾ ഒന്നുകൂടെ ബലപ്പെട്ടത് പാർട്ടി സെക്രട്ടറി ചില കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ്. CM ഒരാളെ വിശ്വസിച്ചാൽ അന്ധമായി വിശ്വസിക്കും, ഇല്ലെങ്കിൽ നേരെ മറിച്ചും. സഖാവ് വാസുദേവൻ ഞങ്ങൾക്കൊക്കെ താല്പര്യമുള്ള ആള് തന്നെയാ. പക്ഷെ ഈയിടെ അയാളെ കുറിച്ച് അവിടെ ഇവിടെയും ചിലതൊക്കെ കേൾക്കുന്നു. പെരുമാളിന്റെ അന്വേഷണത്തിനിടയിൽ ഇതും കൂടി ഓർമ്മയിൽ ഉണ്ടാവണം. ആ സംശയങ്ങൾ പൂർണ്ണമായും ബോധ്യപ്പെട്ടു കൊല്ലപ്പെട്ട SI മോഹൻ ഐസക്കിന്റെ ഫോണിൽ നിന്നും ആഗസ്റ്റ് 13 സഖാവിന് വന്ന ഫോൺ കോൾസൂടെ കണ്ടപ്പോൾ. നിങ്ങളും കണ്ണനും തമ്മിൽ നല്ലതുപോലെ അറിയാം എന്ന് എനിക്കറിയാവുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. നിങ്ങൾ പറയും വാസുദേവൻ, പ്രോഗ്രാമല്ല. ഞാൻ എന്ത് ചോദിച്ചാലും നിങ്ങൾ ഇനി പറയും. എനിക്ക് കൈനിറയെ പണം തന്ന അബ്കാരി നാരായണൻ, ഇവിടെ എന്നെ ഒരുപാട് സഹായിച്ച SI മോഹൻ ഐസക്, രണ്ടുപേരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. രണ്ടുപേരും എനിക്ക് തന്നെക്കാൾ വേണ്ടപ്പെട്ടവർ. എന്നിട്ടും വാസുദേവൻ, പ്രോഗ്രാമല്ല, എന്ത് ചോദിച്ചാലും നിങ്ങൾ പറയും. എന്റെ എല്ലാ ധൈര്യവും അവസാനിച്ചു. പിന്നീട് അയാൾ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. മാഫിയകൾക്കൊപ്പം അല്ലെങ്കിൽ മാഫിയേക്കാൾ കൂടുതൽ CMന്റെ മരണം ഇയാളും ആഗ്രഹിച്ചിരുന്നു അല്ലേ? ഭ്രാന്ത് പറയരുത്. മറ്റൊരു തരത്തിൽ ഞാനിപ്പോ കുറ്റവാളിയാണ്, നിഷേധിക്കുന്നില്ല. പക്ഷെ സ്വപ്നത്തിൽ പോലും ഞാൻ ചിന്തിക്കാത്ത കാര്യങ്ങൾ എന്റെ തലയിൽ കെട്ടിവെക്കരുത്. ഇയാളെ കസ്റ്റഡിയിലെടുത്തതിനു ശേഷം ഞാൻ കണ്ണനെ വീണ്ടും ചോദ്യം ചെയ്തു. അവിടെ നിന്നായിക്കോട്ടെ ഇൻട്രസ്റ്റിംഗ് എവിഡൻസ്, എ ഡയലോഗ്. ഇയാളുമായി കണ്ണൻ നടത്തിയ സംഭാഷണം കണ്ണൻ തന്നെ റെക്കോർഡ് ചെയ്തു. എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇയാൾക്കെതിരെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ഉപയോഗിക്കാമെന്ന് കരുതി. ഇത് കണ്ണനും നിങ്ങളും തമ്മിൽ നടത്തിയ സംഭാഷണമല്ലേ? എന്തായി കാര്യങ്ങൾ? ഇത് നിങ്ങളുടെ ശബ്ദമല്ലേ? കേട്ടിട്ട് പറ, വായ്പഴ പറ്റിയാണെന്ന്. ഞാൻ പോലും അറിയാതെ കിഴവൻ ഒരു വിജിലൻസ് അന്വേഷണം നടത്തുന്നുണ്ട്. അത് പൂർത്തിയായാൽ നമ്മളൊക്കെ തൊലയും. എങ്ങനെ പഴുതുണ്ടാക്കി നിയമത്തിൽ നിന്ന് രക്ഷപ്പെട്ടാലും കിഴവൻ വിടില്ല. എന്റെ ഭാവി അതോടെ തീരും, ഉറപ്പാ. ആരുടെ ഭാഗ്യവും? എൻക്വയറി നടത്തിയ കൃഷ്ണമൂർത്തി മരിച്ചു. ഇനി അതറിയാവുന്ന ഒരേ ഒരാൾ. നീ ആലോചിച്ച് ചെയ്യേ. മനസ്സിലായി സാർ. പാർട്ടിയും പാർട്ടി സഖാക്കളുമാണ് മറ്റെന്തിനേക്കാളും വലുതെന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരന്റെ തത്വസംഹിതയിൽ നിന്ന് പണവും പണം തരുന്നവനുമാണ് ഏറ്റവും വലുതെന്ന ഒറ്റുകാരന്റെ മാനസികാവസ്ഥയിലേക്ക് തരം താഴ്ന്നു ഈ വിവരങ്ങളൊക്കെ CMനെ അറിയിക്കണ്ടേ? ഇപ്പൊ ഇവിടെ നടന്നൊഴിച്ച് ബാക്കി എല്ലാം അദ്ദേഹത്തിന് അറിയാം. ഓ, നാളെ രാവിലെ ഓഫീസ് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണമൂർത്തി സാറിന്റെ വിജിലൻസിന്റെ ഫയൽ തരാൻ. that's fine. Well done, Perumal. Thanks, sir. Thank you so much. The whole department is proud of you.